അപ്പോൾ നമ്മുടെ പഫ്സിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഫ്സ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സുംബുലയുടെ പഫ് പാസ്ട്രിയാണ്. നിങ്ങൾക്ക് ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. പഫ്സ് റെഡിയാക്കാനായിട്ടുള്ള കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 7 പഫ്സാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മസാല നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചൂടാറിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഫ്സ് എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് പഫ്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ മസാല വെച്ച് കൊടുക്കുക. അതിന് മേലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ നമുക്കൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പഫ്സ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള 6 നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം.